നമസ്കാരം. ബിഗ് ബോസ് മലയാളം രണ്ടാമത്തെ ഒരു വലിയ അപ്ഡേറ്റ് ആണ്. ഇന്ന് ബിഗ് ബോസ് പലർക്കും വാണിംഗ് കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു. നമ്മൾ രാവിലെ ഒരു ലൈവ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഈ അവർ കൊണ്ടുവന്ന കോസ്മെറ്റിക്സ് അല്ലാതെ ഈ അവിടുത്തെ എന്തെങ്കിലും ബിഗ് ബോസിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് കുറച്ചുപേരെയൊക്കെ പൊക്കിയായിരുന്നു. അവരുടെ സാധനങ്ങളെല്ലാം അത് ജെസ്സിലാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴും മൊത്തം സാധനങ്ങൾ വെച്ചിട്ടില്ലായിരുന്നു. ബിഗ് ബോസ് വന്നിട്ട് ജെസിലിന്റെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് തന്നെ പറഞ്ഞു, ഇത് ശരിയായ നടപടിയല്ല, ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ ജെസില് ബാക്കിയുള്ള സാധനങ്ങളൂടെ കൊണ്ട് തിരിച്ചു വെച്ചു. ഒപ്പം ഷാനവാസ് ഷൂവും മറ്റു അങ്ങനെയൊക്കെയുള്ള ബാക്കി ഇരുന്നവരുടെ സാധനങ്ങളും എല്ലാം കൊണ്ടുവച്ചിട്ട് ഇത് ലാസ്റ്റ് വാണിംഗ് കൊടുത്തേക്കുവാണ് ബിഗ് ബോസ്. അതിനൊക്കെ അപ്പുറം ഞാൻ പറയാൻ വന്ന സബ്ജക്റ്റ് അതൊന്നും അല്ല. ഷാനവാസിന്റെ ചില ഗെയിം, അത് നല്ലൊരു പ്ലെയർ ആണ് അയാള്. പക്ഷെ അയാള് വിശ്വാസവഞ്ചന കാട്ടി എന്നുള്ളതാണ് ഇന്ന് ബിഗ് ബോസിൽ നടന്ന ഏറ്റവും വലിയൊരു പൊട്ടിത്തെറി. അതായത് പുകഞ്ഞ വെള്ളി പുറത്ത് എന്ന് ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നടന്നപ്പം കൂടെ വന്ന് ജെസില, പിന്നെ അതുപോലെ ശൈത്യ, ബിൻസി, ഇവര് 3 പേരും കൂടെ പുറത്തായപ്പോ ഒരു കട്ടിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉറങ്ങുന്ന പക്ഷം ഈ കട്ടിൽ പൊക്കിയെടുത്ത് അകത്തുനിന്ന് ആളിനെ വിളിച്ച് ഈ റെഡ് സോണിൽ കൊണ്ടുവച്ചാൽ ആൾ ഔട്ടാവും. അതായിരുന്നു അതിന്റെ രീതി. അപ്പോൾ അന്ന് ചെയ്ത പരിപാടി നടന്നാൽ പുള്ളിക്കാരനെ നൈസായിട്ട് ഈ വന്ന 3 പെമ്പിള്ള സ്ത്രീകളെയും കയ്യിലെടുത്ത് വിശ്വാസം നേടിയെടുത്ത്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കരുത്, വഞ്ചിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഇവരെ കുപ്പിയിൽ ഇറക്കിയിട്ട് കയറിക്കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞ് ഇവര് വന്ന് ഇടയ്ക്ക് പുള്ളി ഉണർന്നിട്ടുണ്ട്. അദ്ദേഹം മരുന്ന് എന്തൊക്കെയോ അസുഖങ്ങളുള്ളതാണ്. മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ള ഒരൊറ്റ വിശ്വാസമുള്ളത് കൊണ്ട് ഇവരെന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില സൂചനകൾ ഇടയ്ക്ക് കിട്ടിക്കാണും. അത്ര മാത്രമേ ഉള്ളൂ. പുള്ളി സുഖമായിട്ട് ഉറങ്ങി ഇവരെ കാവലിരുത്തിയിട്ട്. പക്ഷെ ഇന്ന് അതിനെ കുറിച്ച് ചില ചൊറിച്ചിലുകളായി ഷാനവാസ് ബിൻസി അടുത്ത് വന്നു. ബിൻസി അടുത്ത് വന്നെന്ന് പറഞ്ഞാൽ ബിൻസി അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉറങ്ങി. ഇല്ല, ഉറങ്ങിയില്ല, തൊണ്ട വളരെ ഇതായിരുന്നു, പറയാം എന്നുവെച്ചാൽ ആലോചിച്ചു. ഈ കള്ളം പറയുന്നതിന് ആലോചിച്ച് ഷാനവാസ് ബിഗ് ബോസിന്റെ വീടിനകത്ത് ഒരു പോയിന്റിൽ നിന്ന് ഒരു കള്ളം പറയും, മറ്റൊരു പോയിന്റിൽ പോയി അടുത്ത കള്ളം പറയും. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിശ്വാസം ഇവർക്ക് നഷ്ടപ്പെട്ടു. അതിനകത്ത് കൂടുതലും കൂടെ നിന്നവരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച ബിൻസിയാണ്. ഇത് ശരിക്കും പറഞ്ഞ ബിൻസിയുടെ ഒരു പവർ ഇന്ന് പുറത്തു വന്ന ദിവസമാണ്. കാര്യം ഈ ബിൻസി ഇന്ന് ശരിക്ക് ഷാനവാസിനെ ഷൗട്ട് ചെയ്തു. അതുപോലെ തന്നെ ശൈത്യം പറഞ്ഞു, ചേട്ടനെ ഞങ്ങൾ വിശ്വസിച്ചല്ലേ, ഞങ്ങളോട് വിശ്വാസവഞ്ചനയല്ലേ കാട്ടിയത്, ചേട്ടൻ ഉറങ്ങുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നതല്ലേ, കാവിലിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ എടി നീ പറ എന്നൊക്കെ പറഞ്ഞു ബിൻസിയോട് പറഞ്ഞു അത് നിന്റെ വീട്ടിൽ പോയുള്ളവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ തിരിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ബിൻസി പറഞ്ഞു, എടോന്ന് മറ്റേ എടാന്ന് പറഞ്ഞു അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. പകരത്തിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ വിളിയായിരുന്നു. എന്തായാലും ശരി, അടിയോടടി അടിപ്പിക്കുകയാണ്. 7ന്റെ പണി ലാലേട്ടൻ ബിഗ് ബോസും കൂടെ ചേർന്ന് ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിനകത്തില് പറയുന്നത് അപ്പാടെ അതേപടി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പറയുന്നത് ഇതിനകത്തിൽ നിന്ന് ഒരു കാര്യമുണ്ട്, ഈ ആഡംബര ജീവിതം അല്ലെങ്കിൽ ലക്ഷറി കോസ്മെറ്റിക്സും മറ്റതുമൊക്കെ ഉപയോഗിച്ച് വരുന്ന ഇവർക്കൊരു ലാളിത്യമാർന്ന ഒരു ജീവിതശൈലി കൊടുക്കുക എന്നുള്ള ബിഗ് ബോസിന്റെ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു താല്പര്യം ഇതിനകത്ത് കാണാൻ പറ്റും. ശരി, ഇവര് കൊണ്ടുവന്ന എല്ലാ പേഴ്സണൽ ബിലോങ്ങിങ്സും അവിടെ പണിപ്പുരയിൽ വെച്ചേക്കുകയാണ്. ഈ മോഡൽ എന്ന് പറയുന്ന ജിസൽ താക്കൃത്ത്, അവര്
ഈ ഈ ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതെ കുറെ സാധനങ്ങൾ എടുത്ത് അകത്ത് വന്നു. ആദ്യഘട്ടത്തിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞപ്പോ കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് എന്ത് വേണ്ടി ഈ ക്യാമറ 72 ക്യാമറയാണ് ഈ ബിഗ് ബോസിനകത്തുള്ളത്. ഇന്നാണത് നമുക്ക് പുറത്ത് വന്നത്, മനസ്സിലായത്. 72 ക്യാമറകൾ ഏതൊക്കെ കോണിലാണ്, മുക്കിനും മൂലയിലും എല്ലാം വെച്ചേക്കാണ്. ഇവരുടെ ഏത് ആംഗിളും ഏത് രീതിയിൽ എന്ത് ചെയ്താലും കണ്ടുപിടിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇവര് ഈ കോസ്മെറ്റിക്സും മറ്റ് സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നത് പോലും ഉപയോഗിക്കാൻ അനുവാദമില്ല. ബിഗ് ബോസ് അവിടെ പല സാധനങ്ങളും, കോസ്മെറ്റിക്സ്, സ്പ്രേ, ലിപ്സ്റ്റിക്ക്, മറ്റു മറിച്ച് എല്ലാം വെച്ചേക്കും. ഇതൊക്കെ വന്നപ്പോഴേ എടുത്ത് അങ്ങ് ചാർത്തി. അതിന്റെ അന്ന് തന്നെ ബിഗ് ബോസ് ആദ്യം പണി കൊടുത്തതാണ്. പിന്നെ അവരവരുടെ ഈ ബാഡ്ജ് കിട്ടിയവർക്ക് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുവാനുള്ള ഡ്രസ്സും, അവർ കൊണ്ടുവന്ന ഡ്രസ്സും ഒക്കെ ഉപയോഗിക്കാനുള്ള അർഹത. അതിലൊന്നും 2 പേർക്ക് ഉള്ളു താനും. ഇവരീ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക് ഇന്ന് ബിഗ് ബോസിൽ അങ്ങേയറ്റ ഒരു വാക്കേറ്റമായി മാറി. ഷാനവാസിനെ പഞ്ഞിക്കിട്ട ദിവസമാണ്. പക്ഷെ ഷാനവാസ് ഒരു നല്ല ഗെയിമറാണ്. ഇയാൾ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ, ഈ കൂടെ നിൽക്കുന്ന കുറെ സ്ത്രീകളെ അയാള് ഏത് രീതിയിലും അയാളുടെ വശത്ത് വെക്കും. കാര്യം അനീഷിനോട് ക്യാപ്റ്റൻ ആണെ പോലും ആർക്കും ഒരു താല്പര്യമില്ല. പുള്ളി സെൽഫിഷ് ആണെന്ന് ചിലപ്പോൾ തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്തിന് നടക്കുന്ന? മോർണിംഗ് വാക്കാണ്, ഈവനിങ് വാക്കാണ്, നമുക്ക് തോന്നിപ്പോവും. പുള്ളി ഒരു പൊട്ടനെ പോലെ നടക്കും. പക്ഷെ പുള്ളി പറയേണ്ടടുത്ത് ആ പോയിന്റ് വരുമ്പോ ചാടി വീണ് പറയുന്നുണ്ട്. അനീഷിനെ കടത്തി വിട്ടുന്ന ഒരു ശ്രമമാണ് ഷാനവാസ് ചെയ്യുന്നത്. ഷാനവാസിന് അക്ബർ പണിയുന്നു. ഇങ്ങനെ പണിയിൽ നടക്കുകയാണ്. അക്ബർ ഏതാണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഷാനവാസിന്റെ സുഹൃത്താണെങ്കിൽ പോലും ഇവര് ഗെയിമില് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും അകത്ത് വേണം എന്നുള്ള ആഗ്രഹം രണ്ടുപേർക്കും ഉള്ളതാനും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഗെയിം പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കാണാം. ഇന്ന് ബിൻസി ഷാനവാസിനെ പഞ്ഞിക്കിട്ട കഥയുമായി നിർത്തുന്നു. നന്ദി, നമസ്കാരം.